വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. എൻക്ലെക്സ് സാറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എൻക്ലെക്സ് സാറൻ എക്സാം പലതവണ എഴുതി ഫെയിൽ ആയവർക്കൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. The nurse is assisting with the admission of a client who is scheduled for a colon resection. Which of the following statements made by the client would be most important for the nurse to clarify? I have urinary incontinence when I sneeze. I had successful cataract surgery 2 years ago. I take acetaminophen for occasional headaches. I usually have a few glasses of wine in the evening. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമുക്ക് എങ്ങനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നോക്കാം. സോ നോർമലി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ, അതായത് ഇവിടെ പറയുന്നത് ഒരു നേഴ്സ് കോളൻ റിസെക്ഷന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു ക്ലയൻറ്റിൻ്റെ അഡ്മിഷന് അസിസ്റ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളുടെ എല്ലാവരുടെയും തിങ്കിങ് ആദ്യം പോകുന്നത് കോളൻ റിസെക്ഷൻ എന്താണെന്നും അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഇൻ്റർവെൻഷൻ എന്താണെന്നും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. സോ കോളൻ റിസെക്ഷൻ സർജറി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിലുള്ളതല്ല ഒരു നേഴ്സ് എന്ന നിലയിൽ, അല്ലേ? സോ ഇവിടെ എന്താണ് എക്സാമിനർ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ അസസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പറയാണ് നേഴ്സ് ഈസ് ഒബ്സർവിങ് എ ക്ലയൻറ്റ് വിത്ത് ആസ്മ എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ആസ്മ എന്താണ്, ആസ്മയുടെ സിംറ്റംസ് എന്താണ്, ആസ്മ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇവിടെ അസസ് ചെയ്യുന്നത് ആസ്മ എന്ന കണ്ടീഷൻ ആയിരിക്കില്ല. ഒരു ആസ്മ പേഷ്യൻറ്റിനെ ഒബ്സേർവ് ചെയ്യുന്ന ആ ഒരു ഒബ്സേർവിങ് എന്നൊരു റോളാണ് നമ്മളുടെ ഇവിടെ അസസ് ചെയ്യുന്നത് എക്സാമിനർ. അതേപോലെ തന്നെയാണ് കോളൻ റിസെക്ഷൻ എന്ന പ്രൊസീജിയർ അല്ല ഇവിടെ അസസ് ചെയ്യുന്നത്. ഇവിടെ കോളൻ റിസെക്ഷന് ഷെഡ്യൂൾ ചെയ്തൊരു പേഷ്യൻറ്റിൻ്റെ അഡ്മിഷൻ എടുക്കുക എന്ന് പറയുമ്പം നമുക്കറിയാം ഇതൊരു സർജറിയാണ്, അല്ലേ? സർജറിയിൽ ഒരു നേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒന്ന് പ്രീ ഓപ്പറേറ്റീവ്ലി, അല്ലേ, പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, കോംപ്ലിക്കേഷൻസ് അസസ് ചെയ്യുക, ഇതൊക്കെയാണ് നേഴ്സസിൻ്റെ റോള്. സോ ഇവിടെ നമുക്ക് ഷെഡ്യൂൾഡ് ഫോർ എ സർജറി എന്നും അഡ്മിഷൻ ആണെന്നും പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലൂടെ അസസ് ചെയ്യുന്നത് പ്രീ ഓപ്പ് കെയർ ആണ്. സോ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട നോളജ് കോളൻ റിസെക്ഷൻ എന്ന സർജറിയുടെ നോളജ് അല്ല. നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട നോളജ് പ്രീ ഓപ്പറേറ്റീവ് കെയറിൽ പ്രീ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ എന്താണ് ഒരു എക്സാമിനർ ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് ആണ്, ഓരോ ക്വസ്റ്റ്യനിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ചോദ്യത്തിലൂടെ എന്താണ് ആ എക്സാമിനർ അസസ് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നോളജ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ ഇവിടെ നമുക്ക് മനസ്സിലായി ഒരു സർജറി, ഇവിടെ കോളൻ റിസെക്ഷൻ നമുക്ക് ആവശ്യമില്ല, ഇവിടെ ഒരു സർജറി എന്നുള്ളത് ആവശ്യമുള്ളൂ. സോ പ്രീ ഓപ്പറേറ്റീവ് സർജിക്കൽ ഇൻ്റർവെൻഷൻ ഒരു നഴ്സസിൻ്റെ റോൾ എന്താണെന്ന് നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. ആ നോളജ് ഇവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ നമുക്കറിയാം പ്രീ ഓപ്പറേറ്റീവ്ലി ഒരു നേഴ്സ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലേ? നേഴ്സിൻ്റെ റോളുണ്ട്, ഡോക്ടേഴ്സിൻ്റെ റോളുണ്ട്. അപ്പോൾ നേഴ്സിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ പല കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ഇവിടെ പറയുന്നില്ല. നമുക്കറിയാം നിങ്ങൾ ഓൾറെഡി എൻക്ലെക്സിൽ പഠിക്കുന്നതായിരിക്കും പ്രീ ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു പേഷ്യൻറ്റിന് സർജറിക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സർജറിക്ക് ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുമ്പോ പ്രീ ഓപ്പറേറ്റീവ്ലി നമ്മൾ ആ പേഷ്യൻറ്റിനോട് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്, എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലേ? എന്തൊക്കെ കണ്ടീഷനാണ് ഉള്ളതെന്ന് ചോദിക്കും. സോ കണ്ടീഷൻ്റെ ഹിസ്റ്ററി ആയിരിക്കാം, ഇപ്പോൾ ഉള്ള ഡയബറ്റിസ് മെലൈറ്റസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് ചോദിക്കുക. സോ നമ്മൾ പ്രീ ഓപ്പറേറ്റീവ്ലി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കാർഡിയോവാസ്കുലർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ, ന്യൂറോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടോ, ഓർ റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് അസസ് ചെയ്യുന്നത്. അല്ലാത്ത ലൈക്ക് ഡെർമറ്റോളജി, മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം ഒന്നും നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, പ്രീ ഓപ്പറേറ്റീവ്ലി. അടുത്തത് നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കുന്നത് പേഷ്യൻറ്റ് കറൻ്റ്ലി എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് പേഷ്യൻസിന് സർജറിക്ക് മുമ്പ് അനാൽജസിക്സ് എടുക്കാൻ പറ്റും, പക്ഷേ NSAIDs എടുക്കാൻ പറ്റില്ല. ആസ്പിരിൻ പോലെയുള്ള NSAID പേഷ്യൻറ്റിന് എടുക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ആൻറ്റിബയോട്ടിക്സ് പേഷ്യൻറ്റിന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അസറ്റാമിനോഫിൻ പ്രീ ഓപ്പറേറ്റീവ്ലി സേഫ് ആയിട്ടുള്ളൊരു മെഡിക്കേഷനാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്താ ചോദിക്കുന്നത്, പേഷ്യൻ്റ് സ്മോക്ക് ചെയ്യുന്നുണ്ടോ, ഡ്രിങ്ക് ചെയ്യുന്നുണ്ടോ, ഹാബിറ്റ്സ് ചോദിക്കും, അല്ലേ? സോ കാരണം സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഉണ്ടെങ്കിൽ അത്
സർജറിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിക്കവറിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാം. സോ നമ്മൾ എന്തിനാണ് പ്രീ ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻസ് പ്രോപ്പർലി അറിഞ്ഞിരിക്കേണ്ടത് എന്തിനാണ്, അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ്ലി നമ്മൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? സർജറിയുടെ സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ റിക്കവറിയുടെ സമയത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവാതിരിക്കാനുമാണ് അല്ലേ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് നമ്മൾ ചോദിക്കും അല്ലേ. അതുപോലെ തന്നെ നേരത്തെ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും അല്ലേ. പ്രീവിയസ് സർജറി ചോദിക്കും. സോ പ്രീവിയസ് സർജറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് പറയാണ് പ്രീവിയസ് സർജറി ചെയ്ത് അതിൻ്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ. സോ പ്രീവിയസ് സർജറി നടന്നു, അത് ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ വീണ്ടും കുറേ കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, സോ ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഇതല്ലാതെ നമ്മൾ ഫുഡ് എടുത്തതും എന്താ പറയുക ഈറ്റിങ് NPOയുടെ കാര്യമൊക്കെ നമ്മൾ അസസ് ചെയ്യാറുണ്ട്. അത് കോമൺ ആയിട്ടുള്ള മറ്റ് പ്രീ ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻസ് ആണ്. ഇവിടെ ഞാൻ ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇവിടെ നമ്മുടെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ബൈ ദ ക്ലയന്റ് വുഡ് ബി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നഴ്സ് ടു ക്ലാരിഫൈ. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്യേണ്ടത് ഇതിലേതാണെന്നാണ് ചോദ്യം. ഓക്കെ, ക്ലാരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലാരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒന്നുകൂടെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട അല്ലേ, ക്ലാരിഫിക്കേഷൻ നടത്തണ്ട, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യമാണ്. സോ ക്ലാരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് ഏതിലാണെന്നാണ് ചോദ്യം. സോ ക്വസ്റ്റ്യനും സ്റ്റെമ്മും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യനെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾ തിങ്ക് ചെയ്ത് അതായത് കോളൻ റിസക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് എൻക്ലെക്സർ ആവശ്യമില്ല. അതൊരു ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങൾ എൻക്ലെക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ ഹാവ് യൂറിനറി ഇൻകോണ്ടിനൻസ് വെൻ ഐ സ്നീസ് എന്നുള്ളതാണ്. യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അസസ് ചെയ്യുന്നത് പ്രീ ഓപ്പറേറ്റീവ്ലി ഏതൊക്കെ കണ്ടീഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു നോളജ് ഉണ്ടോ എന്നുള്ളതാണ്. സോ നമുക്കറിയാം നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ടത് CNR ആണ് അല്ലേ, കാർഡിയോവാസ്കുലർ നെർവ് സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം. യൂറിനറി ഇൻകോണ്ടിനൻസ് ഈ സിസ്റ്റത്തിൽ വരുന്നതല്ല. സോ നമുക്കിത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് സർജറിയുടെ സമയത്ത് ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് കൊണ്ടൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവേണ്ട സാധ്യതയില്ല. കാരണം അനസ്തേഷ്യ ഉണ്ടായിരിക്കും, പേഷ്യൻ്റ് സ്നീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ല. സോ നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ ആവശ്യമില്ല. ഓക്കെ, Now, I had successful cataract surgery 2 years ago. So, സർജറി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് സക്സസ്ഫുൾ ആണ്. ഇനി അതിൽ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ അല്ലേ. Now, I take acetaminophen for occasional headache. acetaminophen എന്ന് പറയുന്നത് ഒരു സേഫ് ആയിട്ടുള്ള ഡ്രഗ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് പ്രീ ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷനിൽ നോളജിലുള്ളതാണ്. സോ acetaminophen സേഫ് ആണ്. അപ്പോൾ അതിൽ കൂടുതൽ ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, ഐ യൂഷ്വലി ഹാവ് എ ഫ്യൂ ഗ്ലാസസ് ഓഫ് വൈൻ ഇൻ ദ ഈവനിങ്. സോ വൈൻ എന്ന് പറയുന്നത് ചില വൈനിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വരും, ആൽക്കഹോളിക് കണ്ടന്റ് അടങ്ങിയ വൈൻ ആയിരുന്നോ, എപ്പോഴാണ് എടുത്തത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഫോർത്ത് വൺ എന്ന് പറയുന്നത്. ഈ ഒരു 1, 2, 3, 4 4 ഓപ്ഷനിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഉള്ളത് ഫോർത്ത് വൺ ആണ്. ഇതിൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫോർത്ത് വൺ ചൂസ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ കോളൻ റിസക്ഷനിലല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രീ ഓപ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രീ ഓപ്പറേറ്റീവ്ലി ഒരു പേഷ്യൻറ്റിന് നമ്മൾ ടേക്ക് കെയർ ചെയ്യുമ്പം ഒരു നഴ്സസിൻ്റെ റോൾ എന്തൊക്കെയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്തത്. അതെന്തുകൊണ്ടാണ് നമ്മൾ അത് വെച്ച് ആൻസർ ചെയ്തത്, അല്ലെങ്കിൽ അത് തിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലായി? നമുക്ക് ആ ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താണ് ഈ ക്വസ്റ്റ്യനിലൂടെ അസസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റിയാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ കുറേ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ 1, 2 തവണ എഴുതിയാലും എൻക്ലെക്സിൽ നമ്മൾ ചിലപ്പം എന്താ പറയുക സ്ട്രഗിൾ ചെയ്യും നിങ്ങൾ. ഓക്കെ, ആൻസേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുമായിരിക്കും, പക്ഷേ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനായിട്ട്. ടൈം അവിടെ നഷ്ടപ്പെടും, ചിലപ്പോൾ അത് റോങ് ആകാം. പക്ഷേ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഏത് നോളജാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, സോ നിങ്ങളെല്ലാവരും എൻക്ലെക്സ് പലതവണ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫെയിലായ ഒരാളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ സിസ്റ്റം വൈസ് നിങ്ങൾ ചിലപ്പോൾ MOH പ്രോമെട്രിക് എക്സാംസ് ഒക്കെ പഠിക്കുന്നത് പോലെ എൻക്ലെക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പാസ്സാവാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പ്രോമെട്രിക് എക്സാം എഴുതിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം പ്രോമെട്രിക് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതേപോലെ അല്ല എൻക്ലെക്സിൽ വരുന്നത്. തിയറി സെയിം ആണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്യും, ഇത് ഒരുമിച്ച് പഠിക്കും. പ്രോമെട്രിക് പഠിക്കുന്നത് പോലെ തന്നെ തിയറി പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്ന ഡ്രഗിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ് എന്നുള്ള രീതിയിലാണ് എൻക്ലെക്സിൽ ചോദ്യം ചോദിക്കുന്നതെന്നാണ് നമ്മുടെ
നമ്മുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല ചോദിക്കുന്നത്, നിങ്ങൾ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ അറിയാം. സോ നമ്മൾ നോളജ്, നമ്മളുടെ ഓൾറെഡി ഉള്ള നോളജ് അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റ് സ്ട്രാറ്റജി അറിഞ്ഞിരിക്കണം. അപ്പോൾ തിയറി കുറേ പഠിച്ച് പോയിട്ട് മാത്രം കാര്യമില്ല. തിയറി വേണം, തിയറി അറിഞ്ഞിരിക്കണം, എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് എക്സാമിനർ അസസ് ചെയ്യുന്നത്, എങ്ങനെ അത് അപ്ലൈ ചെയ്യണം, ഇത്രയും കാര്യങ്ങളോട് അറിഞ്ഞിരുന്നാലേ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് NCLEX RN പഠിക്കണം എന്നുണ്ടെങ്കിൽ JM അക്കാഡമിയിൽ ഞാൻ NCLEX RNൻ്റെ 2 months and 4 months കോഴ്സ് എടുക്കുന്നുണ്ട്, ലൈവായിട്ടുള്ള ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.